യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നെ ഈ അൾത്താരയിൽ നിർത്തിയ പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഷിബി. ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 18/6/2025 അന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് വലിയൊരു രോഗമുണ്ടായിട്ടാണ് ഞാനിവിടെ വരുന്ന സമയം എൻ്റെ ഈ ശരീരത്തിൻ്റെ വലതുവശം ഫുള്ളും മരവിച്ച് വല്ലാത്തൊരവസ്ഥയിൽ, എനിക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഒരാഴ്ച മുമ്പ് ഹോസ്പിറ്റലുകളിലെല്ലാം പോയി 2-3 ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ ഓരോ ഡോക്ടറും പറഞ്ഞത് MRI സ്കാൻ എടുക്കണം, നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ കൂടി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ഈ ഒരു ഭാഗം തളർന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം 2-3 ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. എൻ്റെ ഈശോയെ, ഞാൻ ജീവിക്കുവാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയിലെങ്കിലും എനിക്ക് സഹിക്കാനുള്ളൊരു കൃപ തന്നാൽ മാത്രം മതി, ഈ അവസ്ഥയിൽ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ച് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിലത്തെ നിലയിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയി. പക്ഷേ ഞാൻ അമ്മയോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, അമ്മേ, ഞാനിവിടെ വന്നതിൻ്റെ തെളിവായിട്ട് എനിക്ക് ഒന്നെങ്കിൽ അമ്മയുടെ ഒരു സ്പർശനം കാണിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ദർശനം തരണം. ഇത് രണ്ടിലേതെങ്കിലും അമ്മ എന്നെ തൊട്ടു എന്നതിന് ഒരു ഉത്തരം എനിക്ക് തന്നിട്ട് വേണം. അമ്മ എന്നെ തൊട്ടാൽ മാത്രമേ ഞാൻ ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടാണ് ഞാൻ അവിടെ ഉടമ്പടി ക്ലാസ്സിൽ ഇരുന്നത്. ഉടമ്പടി ക്ലാസ്സെല്ലാം കേട്ട് അതിനുശേഷം ആ ഫോമെല്ലാം പൂരിപ്പിക്കാൻ തരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിരിക്കുന്ന ഒരു 2 കസേരയ്ക്ക് മുന്നിൽ ആരുമില്ല. പക്ഷേ പരിശുദ്ധ ഈ അൾത്താരയിലുള്ള അമ്മയുടെ ചിത്രം ഒരു നീല കളറിൽ പെട്ടെന്ന് തെളിഞ്ഞു എൻ്റെ മുന്നിൽ. ഞാൻ നോക്കി, പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കി, അവിടെ അങ്ങ് മാതാവിൻ്റെ ഒരു ചിത്രവും ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ അമ്മയുടെ ചിത്രമുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്നെ തൊട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാം പൂർത്തിയാക്കി ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ഇവിടെ ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. ഞാനിവിടെ അടുത്ത മാസം വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് രാത്രിയെല്ലാം എനിക്ക് ശരീരത്തിൽ നല്ല അസ്വസ്ഥതയുണ്ട്. ഉടമ്പടി തൈലം വിശ്വാസപൂർവം എൻ്റെ ശരീരത്തിൽ മുഴുവൻ പുരട്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഞാൻ പോകുക. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്ത് ഈ അസ്വസ്ഥതകളുണ്ടല്ലോ, അതുകൊണ്ട് MRI സ്കാൻ എടുക്കാതെ ഒന്നും പറ്റത്തില്ല, നിങ്ങൾ MRI സ്കാൻ എടുത്തിട്ട് വാ, നിങ്ങളുടെ ഒരു ഭാഗം തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എത്രയും വേഗം പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്കാനിങ്ങിന് പറഞ്ഞയച്ചു. സ്കാനിങ്ങിൻ്റെ MRI സ്കാനിങ് മെഷീനിൽ കിടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, അമ്മ എൻ്റെ ഒരു സൈഡിലും ഈശോ എൻ്റെ ഒരു സൈഡിലും വേണം, കാരണം ഈ സ്കാനിങ് മെഷീനിൽ കയറി കിടക്കാൻ എനിക്ക് നല്ല ഭയമുണ്ട്. പക്ഷേ ഞാൻ ആ മെഷീനിൽ കിടക്കുന്ന സമയത്ത് ഒരു ഭയവും കൂടാതെ അമ്മ എന്നെ കാത്തു രക്ഷിച്ചു. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് റിസൾട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഡോക്ടറിന് തന്നെ അത്ഭുതമായി. ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞ് യാതൊരുവിധ അസുഖവും ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം ഈ അനുഗ്രഹം എനിക്ക് തന്നത് ഈ പരിശുദ്ധ അമ്മ മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അന്നിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ അൾത്താരയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അത്രമാത്രം എൻ്റെ കുടുംബത്തെ അമ്മ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ത് എന്ന് ചോദിച്ചാൽ,
ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിക്കണം. ആഴമായ ഒരു ദൈവവിശ്വാസവും ഹൃദയവിശുദ്ധിയുള്ള ഒരു മകളാക്കി എന്നെ തീർക്കണമേ എന്ന്. ഇത്ര വയ്യാത്ത അവസ്ഥയിൽ പോലും ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകും. എത്ര മഴയാണെങ്കിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. ദൈവത്തോട് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു. ഏതെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയി കുമ്പസാരിക്കാനുള്ളൊരു പ്രചോദനം അമ്മ മാതാവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട്, എൻ്റെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഇവിടെ വന്ന് തിരിച്ചു പോയതിന് ശേഷം ഇന്ന് വരെ എൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അമ്മ മാതാവ് എൻ്റെ കുടുംബത്തെ അത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട്. നാലാമതായിട്ട്, ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മുറ്റത്തോട്ട് നോക്കി. ഒരു 3 മണി സമയമായിട്ടുണ്ട്. ആ സമയത്ത് മുറ്റത്ത് കൂടെ ഒരു ചെറിയ പാമ്പ് ഇങ്ങനെ പോകുക. അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തൊന്നും അങ്ങനെ, ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ പാമ്പിനെ കാണാം, പക്ഷേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ പാമ്പിനെ കാണാറില്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി. ഈ കതക് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഈ പോയ പാമ്പ്, കുറച്ചങ്ങ് ദൂരേക്ക് പോയ പാമ്പ് തിരിച്ച് എൻ്റെ അടുത്തോട്ട് തിരിച്ചിങ്ങ് വന്നു. പെട്ടെന്ന് ഞാൻ ഓടി വീടിനകത്ത് കയറി. അപ്പോൾ കതകിനോട് ചേർന്ന് തന്നെ ഒരു ജനലുണ്ട്. ആ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലെ കതകിൻ്റെ മുൻപിൽ ഒരു പാമ്പ് പത്തി വിരിച്ചിങ്ങനെ നിൽക്കുക. അത് മൂർഖൻ പാമ്പാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, സാധാരണ എനിക്ക് പാമ്പിനെ കണ്ട ഭയമാണ്, പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം എനിക്ക് ഭയം ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, കൃപാസനത്തിലെ ഉപ്പെടുക്കുന്ന. ഞാൻ വേഗം ഉപ്പെടുത്തു. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉപ്പ് ഒരു പിടി എൻ്റെ കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് പതിയെ ഇതകത്തോട്ട് കയറി വരും. കാരണം വെച്ചാൽ ഒരു മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ കതക് തുറന്നാൽ ഇതകത്ത് കയറുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് പകുതി ഞാൻ കതക് തുറന്നിട്ട് ഒരു പിടി ഉപ്പ് ഞാൻ ഈ പാമ്പിൻ്റെ നേരെ അങ്ങ് എറിഞ്ഞു. ആ ഉയർന്നു നിന്ന പാമ്പ് ആ ഉപ്പ് വീണ് അതേ സെക്കൻഡിൽ പത്തി താഴ്ത്തി ആ സിറ്റൗട്ടിൽ കയറിയ പാമ്പ് ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു പെണ്ണിനെ ഞാൻ വിളിച്ചു, അവർ വന്നു. പക്ഷേ ഈ സൗണ്ട് കേട്ടിട്ട് ഈ പാമ്പ് പതിയെ അങ്ങ് പോയതല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കുകയോ അത് തിരിഞ്ഞു വരികയോ ഒന്നും ചെയ്തില്ല. പരിശുദ്ധ അമ്മ ഇത്രയും വലിയ ഒരു സംഭവത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. എനിക്ക് പാമ്പിനെ ഭയമുള്ള ആളായിരുന്നു, പക്ഷേ അമ്മ മാതാവ് ഇടപെട്ട് അമ്മയുടെ ഉപ്പെടുക്കാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചത് തന്നെ അമ്മയാണ്. അങ്ങനെ ആ പാമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത്, പത്രം വാങ്ങി ഞങ്ങളുടെ ഇടവകയിലും അടുത്തുള്ളവർക്കും അക്രൈസ്തവർക്കും ഒക്കെ കൊടുക്കാറുണ്ട്. വചനം പറയാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഈശോനെക്കുറിച്ച് പറയാത്ത ദിവസമില്ല. ഈശോനെക്കുറിച്ച് പറയണമെന്ന് ഞാനൊരു നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചതാണ്. ഒരു ദിവസമെങ്കിലും ഈശോയെ ഒരാത്മാവിനോടെങ്കിലും ഈശോയുടെ വചനം പറയാനുള്ള ഒരു ശക്തി തരണേ എന്ന്. അനേകം മക്കളെ കൃപാസനത്തിലേക്ക് പറഞ്ഞു വിടുവാനും വിവിധ ധ്യാനങ്ങളിലേക്ക് പങ്കെടുപ്പിക്കുവാനും ഞാൻ ശ്രമിക്കാറുണ്ട്. രോഗികളായി കഴിയുന്ന മക്കളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി എന്നാൽ പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഞാൻ വചനം വായിക്കുന്നത് 10 മിനിറ്റായിരുന്നു. ഇപ്പം എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ അരമണിക്കൂർ കൂടുതൽ സമയം വചനം വായിക്കാനും വചനം അതിനെക്കുറിച്ച് ധ്യാനിക്കാനുമുള്ള ഒരു അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പ്രഭാതത്തിലും സായാഹ്നത്തിലും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്നുണ്ട്. പകൽ സമയങ്ങളിലെല്ലാം മുറ്റമടിക്കുമ്പോഴാണെങ്കിലും പാത്രം കഴുകുമ്പോഴാണെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സഹായിക്കുന്നത് എൻ്റെ അമ്മ മാതാവാണ്. അതുപോലെ തന്നെ ഈശോയിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികളെ ഈശോയെ അറിയിക്കുവാനുള്ള ഒരു പ്രത്യേക ഒരവസരം ഈശോ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. കാരണം ചില വ്യക്തികളൊക്കെ ഈശോനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു കൃപ നൽകി എന്നെ അനുഗ്രഹിക്കാറുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത്
എൻ്റെ അമ്മ മാതാവ് ഈശോയുമാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയത് എൻ്റെ അമ്മയെ ഈശോയുമാണ്. 1000 നന്ദി ഞാൻ പറയുന്നു. തോബിത്തിൻ്റെ പുസ്തകം 4:21. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിനാൽ നിനക്കാദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കുകയും അത് വീടുകയും അതിന് വിടുതലായി പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. യേശുവിൽ പ്രിയമുള്ളവരെ, ഷിബി ആൻ്റണി ഇടുക്കിയുടെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത്. അവർക്ക് 3 സാക്ഷ്യം കിട്ടി. ഉടമ്പടി എടുത്തതിന് ശേഷം ജീവനോടുകൂടി അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ കിട്ടിയതിനെ, പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർത്തതിനെ അവർ പരിശുദ്ധ അമ്മയോട് നന്ദി പറയുകയാണ്. കാരണം വളരെയധികം അസുഖങ്ങൾ മൂലം അവർ രോഗത്തിൽ അനുഭവിക്കുകയായിരുന്നു, വേദനകൾ. പല ഹോസ്പിറ്റലുകളിൽ പോയിട്ടും അവർക്കത് മാറുന്നില്ല. അവസാനം അവർ തീരുമാനമെടുത്തു പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഉടമ്പടി എടുക്കാൻ മേളിൽ കയറാൻ പോലും സാധിക്കാതെ വിഷമിച്ചിരുന്ന സമയത്ത് അവർ പരിശുദ്ധ അമ്മയെ വിളിച്ചു, അമ്മേ എൻ്റെ കൂടെ വരണേ, ഞാൻ അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നതെന്ന്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചിട്ട് അവർ പറഞ്ഞമ്മേ, ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരടയാളം എനിക്ക് തന്നിട്ട് വേണം എന്നെ അവിടെ നിന്ന് താഴെ ഇറക്കാൻ. അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് കണ്ണ് മയങ്ങിയ സമയത്ത് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിലിരിക്കുന്ന അമ്മയുടെ നീല കളർ അവർക്ക് കാണാനിടയായി. അപ്പോൾ പെട്ടെന്ന് ആ പ്രകാശം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആരുമില്ല. എന്നാൽ ആ കളറ് കണ്ടപ്പോൾ അമ്മയുടെ അനുഭവമാണെന്നും അമ്മയുടെ ഇടപെടലുണ്ടെന്നും അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നും എന്നെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ ഇടവരുത്തുമെന്നവർക്ക് വലിയ ഉറപ്പായി. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഉടമ്പടി തൈലവും ഉപ്പും തേനുമെല്ലാം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ശരീരത്തിലെല്ലാം പുരട്ടിയിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശരീരം ഒരു വശം തളർന്നു പോകും, നിങ്ങൾക്ക് അത്രയും വലിയ മാരകമായ രോഗമാണ്, അതറിയുന്നതിന് MRI എടുക്കണമെന്ന്. MRI സ്കാൻ ചെയ്യാൻ വിഷയത്തിൽ കിടക്കുമ്പോൾ ഈശോയോടും അമ്മയോടും പറയുകയാണ്, അമ്മേൻ്റെ ഒരു സൈഡിലും ഈശോൻ്റെ ഒരു സൈഡിലും ആയിരിക്കണം ഇരിക്കാൻ, എന്നെ അമ്മയും ഈശോയും ആയിരിക്കണം സ്കാൻ ചെയ്യാൻ, എനിക്ക് ഭയമാണ്. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരെ ഭയത്തിൽ നിന്ന് കൂടെ നടന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഈശോ കൂടെ ഉണ്ടായിരുന്നു. സെഹേനൂട്ടുശാലയിൽ ധ്യാനിച്ച ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മോൾക്ക് പേടിയില്ലായിരുന്നു. ധൈര്യത്തോടുകൂടി അവർ സ്കാൻ ചെയ്ത് റിപ്പോർട്ടുമായിട്ട് വന്നു. റിപ്പോർട്ടുമായിട്ട് വന്ന സമയത്ത് വന്ന് ഡോക്ടറിനെ കാണാൻ ചെന്നു. ഡോക്ടർ ചോദിച്ചു, ഇതെന്ത് സംഭവിച്ചു? ഇത് നല്ലൊരു അത്ഭുതമാണല്ലോ സംഭവിച്ചത്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗങ്ങളുമില്ല, നിങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ രോഗം എടുത്തു മാറ്റി. ജീവനുള്ളവരെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൽ സമർപ്പിക്കുന്ന ഒന്നും നഷ്ടപ്പെടുത്തില്ലെന്ന് ഈ മകൾ വഴി നമ്മളോട് പറയുകയുണ്ടായി. പിന്നീട് കടബാധ്യത ഉണ്ടായിരുന്നു. വളരെയധികം കടബാധ്യതയിൽ അവർ വിഷമിക്കുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സാമ്പത്തികമായി എല്ലാ ഉയർച്ചയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പാമ്പ് വന്നവരുടെ വീട്ടിൽ. അത് മൂർഖൻ പാമ്പാണെന്ന് അകത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അവർ കണ്ട ഭയമായിരുന്നു. ആ ഭയത്തിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മ പാമ്പിൻ്റെ തലയെ ചവിട്ടുന്നതാണ്. അവർ ഭയന്ന് വീടിനകത്ത് കയറി ജനലിലൂടെ നോക്കിയിട്ട് പതിയെ കതക് തുറന്ന് ഉപ്പെടുത്തു. നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തളിച്ചു. പാമ്പ് പത്തി താഴ്ത്തി
താഴെ അരികെ കൂടി ഇഴഞ്ഞുപോയി. ഇതാണ് പരിശുദ്ധമ്മ കൊടുക്കുന്ന ഉടമ്പടി ജീവിതത്തിലൂടെ ഉള്ള വിശ്വാസം വർദ്ധിപ്പിക്കൽ. അതിനുശേഷം അവർക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ വളരെ തീഷ്ണതയോടുകൂടി ചെയ്തു. അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം അവർ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയും അവരുടെ സാക്ഷ്യവും അനുഭവങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് അനേകം മക്കളെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ വിശ്വാസത്തോടും വിശ്വസ്തയോടും നിന്നാൽ അമ്മ മാതാവ് ഉടനടി പരിഹരിക്കും. ഈശോയോട് പറഞ്ഞ് നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളുടെയും അങ്കുലചലനം കൊണ്ട് തറ പറ്റിക്കാൻ ശക്തിയുള്ള കർത്താവിലാണ് നിങ്ങൾ പ്രത്യാശിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ദിവ്യബലി ഒറ്റ ദിവസവും മുടക്കാതെ സംബന്ധിക്കുകയാണവർ. ആ ബലിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ആ ബലിയുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് കിട്ടിയ അഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മ കൊടുത്ത ഈ ഉടമ്പടി ജീവിതത്തിലൂടെയും നൽകിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.